അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളോട് സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ ഷോപ്പിങ്ങിന് പോകണം. എടക്കര ടൗൺ വരെ ഒന്ന് പോകണമായിരുന്നു, കുറച്ച് പച്ചക്കറി സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ആ പോണ സമയത്ത് പള്ളികളും കടകളൊക്കെ നല്ലോണം ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. അല്ലെങ്കിൽ രാത്രി യാത്രയാണ് പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. പകൽ ചെയ്യുന്ന ഷോപ്പിങ്ങില്ലാതെ രാത്രിയിലെ ഷോപ്പിങ്, രാത്രിയിലെ കാഴ്ചകൾ, ഇതൊക്കെയാണല്ലോ ഒരു പ്രത്യേക ഒരു സന്തോഷം നൽകുക മനസ്സിന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രിയിലാട്ടോ. ഷോപ്പിംഗ് ആണെങ്കിലും അതുപോലെ പർച്ചേസിങ് ആണെങ്കിലും വെറുതെ ഒരു ഔട്ടിംഗ് ആണെങ്കിലും എന്തെങ്കിലും ചെറിയ എന്താ സ്നാക്ക് കഴിക്കാൻ പോവുകയാണെങ്കിലും രാത്രിയിലാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം നാട്ടിലുള്ള സമയത്ത് അധികം രാത്രിയിലാട്ടോ ഞങ്ങൾ പോക്ക്. ഇപ്പോൾ ഈ വർഷമാണ് ഏതായാലും മോനെ ഇലക്ട്രിക് സ്കൂട്ടി അതുകൊണ്ട് പിന്നെ ലൈസൻസിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ സാധനം ഓടിക്കാൻ ഭയങ്കര പേടിയാട്ടോ. കാരണം ഞാൻ ഒരട്ടം ഓടിച്ചിട്ട് വീണ് കയ്യിന് കുറച്ച് സ്ക്രാച്ചൊക്കെ സംഭവിച്ച ശേഷം പിന്നെ എന്തോ ഇതിനോടൊരു ഭയങ്കര പേടി വന്നു. പിന്നെ നമുക്ക് നോക്കാനൊരു താല്പര്യം ഇല്ലാണ്ടായിട്ടോ. പിന്നെ പോണ സമയത്തൊക്കെ ഒരുപാട് പോകാനായപ്പോൾ ഒരുപാട് എന്നെ വീണ്ടും ഒന്നൊക്കെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. പക്ഷെ എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ മനസ്സിങ്ങോട്ട് എന്തൊക്കെയോ ഒരു പേടിയാണ് മുന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിലും ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള ചിന്തകൾ മരണത്തിനെ കുറിച്ചാണല്ലോ അല്ലേ. നമുക്ക് ഒരു പ്രായം വരെ ഉണ്ടാവുള്ളൂ അടിച്ചു പൊളിച്ചുള്ള ജീവിതവും ഒന്നിനോട് ഭയമില്ലാത്ത ജീവിതമൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് മരണത്തിന് ഇങ്ങനെ മുന്നിൽ കണ്ടിങ്ങനെ ജീവിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ മക്കളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അവർക്ക് അതിൻ്റെ വരും വരായികകളോ അതിൻ്റെ പിന്നീടുള്ള എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊന്നും അവർക്കിപ്പോൾ ചിന്തയിലുണ്ടാവില്ല. കാരണം ഇപ്പോൾ അവരുടെ പ്രായം അതാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് പഠിച്ചെടുക്കാൻ ഇപ്പോൾ പ്രത്യേക ഒരു കഴിവുണ്ടാവും. പക്ഷേ നമുക്കങ്ങനെയല്ല. ഒത്തിരി പേടി, ഒരു ഉത്കണ്ഠ, അഥവാ അങ്ങനെ വീണ് കൈയൊഴിഞ്ഞ് കാലൊടിഞ്ഞൊക്കെ കിടന്നു കഴിഞ്ഞാൽ ആരാ നമ്മളെ നോക്കാനുണ്ടാവുക, മൂലൊക്കെ കിടക്കുമോ, അങ്ങനെയൊക്കെ ഒരു പേടി കേട്ടോ വരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം സാധാ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വെറുതെ 2 സാധനം മേടിക്കുകയും ചെയ്യുക. പിന്നെ നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. ഒരുപാട് സാധനമൊന്നും സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ വാങ്ങിക്കാറില്ല. ലൂസ് സാധനമൊക്കെ നല്ല വിലക്കുറവ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴാട്ടോ. ഞങ്ങളങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടാണ് വെറുതെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി നമുക്ക് എല്ലാ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എന്തൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പരിചയപ്പെടണമെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ വരണം കേട്ടോ. നമ്മൾ സാധാ കടകളിൽ പോയിരുന്നാൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് അറിയില്ല. എന്താ ഇപ്പോൾ പറഞ്ഞ പരസ്യത്തിൽ കണ്ട സാധനം നമുക്ക് എന്താ ചോദിക്കാൻ അറിയില്ല. അതൊക്കെ ഒരു മടിയാണല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി അതിന് പ്രൈസൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം, ഒക്കെ ചെയ്യാമല്ലോ. ആരും നമ്മൾ പിന്നാലെ നടന്ന് ഫോഴ്സ് ചെയ്യൊന്നുമില്ല. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി കാണുക, എന്തെങ്കിലും 2 3 സാധനമോ മേടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ചെയ്യല്. പിന്നെ ചിലപ്പോഴെങ്കിലൊക്കെ അധികം സാധനമൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് എന്തോ വെറുതെ ആവശ്യമില്ലാത്ത സാധനം മേടിക്കണ പോലെയാണ് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ സാധനം മേടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അപ്പോൾ നമ്മൾ കണ്ണിൽ പലതും കാണുമ്പോൾ ചിലപ്പോൾ ഈ 10 20 30 99 68 ഇങ്ങനെയൊക്കെയുള്ള പ്രൈസുകൾ കഴിക്കണം. അപ്പം നമുക്ക് തോന്നും അത്രയല്ലേ ഉള്ളൂ എഴുതിയിട്ട് നമ്മളങ്ങനെ കൊട്ടയിൽ അങ്ങനെ ഇടും. പിന്നെ ലാസ്റ്റ് ചെന്ന് അവിടെ ചെന്ന് ബില്ലടിക്കുമ്പോഴായിരിക്കും വലിയൊരു സംഖ്യയാവും. അപ്പോൾ അതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു ചിലവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടയിൽ പോയി നമ്മൾ പറഞ്ഞു മേടിക്കുമ്പം അതിനായിട്ടുള്ള ചെറിയ ചെറിയ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആവശ്യത്തിനുള്ള തൂക്കത്തിനനുസരിച്ച് നമ്മൾ മേടിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇതേപോലെ 229 269 189 എന്നൊക്കെ പറയുമ്പോൾ 2 3 സാധനം എടുത്തു കഴിഞ്ഞാൽ തന്നെ 600 700 എന്തായാലും അങ്ങനെ വലിയൊരു സംഖ്യ വലിയൊരു ബില്ല് നമുക്ക് പോകാൻ നേരത്തെ നമ്മൾ കയ്യിൽ തരും. പിന്നെ അവരാരും നമ്മളെ നിർബന്ധിച്ചെടുപ്പിക്കണമെന്നല്ലല്ലോ, നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് എടുക്കണമല്ലേ. അപ്പം എന്ത് ചെയ്യുക, ബില്ല് കൊടുക്കുക, കൂളായിട്ട് ഇറങ്ങിപ്പോരുക, അത്രേ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഡാർക്ക് കോമ്പൗണ്ടൊക്കെ മേടിച്ചിട്ടോ. അപ്പം മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കില്ലാറ് എനിക്കിഷ്ടം. ഞാൻ വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കട്ടിയിട്ട് ഇതിൻ്റേതായിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോഴെങ്കിലും സക്സസ് ആവും, ചിലപ്പോഴെങ്കിലും പൊളിയും. എന്നാലും കളയേണ്ട അവസ്ഥ വന്നിട്ടില്ല, അത് കഴിക്കും. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേ. പിന്നെ ഈ നോറിൻ്റെ സൂപ്പില്ലേ,
അതിന് ചെറിയ പാക്കുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല, പരസ്യമൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അപ്പോൾ മക്കളിങ്ങനെ കാത്തിരിക്കുക കേട്ടോ പുറത്ത്. അപ്പോൾ അവർ ഓടി വരുമല്ലോ, മക്കൾക്കൊരു പ്രത്യേകതയുണ്ട് കുട്ടികൾക്ക്. നമ്മളെവിടെ പുറത്ത് പോയി വരുമ്പോൾ നമ്മളെ പൊതിയിലേക്ക് അവർ ഓടി വരും. അപ്പം ഞാൻ പറഞ്ഞു പൊതിയിലൊന്നും ഇല്ലടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊതിയൊക്കെ ഇട്ട് അവർ ഒരുപാട് നോക്കി അവർ പോയിട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയും ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ മേടിച്ചു. ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പോരെ. പിന്നെ ഒരുപാട് മേടിച്ച് വെച്ചിട്ട് അതിങ്ങനെ ചീച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും ഏതായാലും ഒരാഴ്ചക്കുള്ള പച്ചക്കറിയൊക്കെ. എന്നാൽ ആ വഴുതനങ്ങയും അതൊന്ന് കാണുന്ന പ്രാന്താണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ മോന് ആ ഗ്നോറിൻ്റെ സൂപ്പ് ഉണ്ടാക്കിക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഒരു രസമൊക്കെ കുടിക്കണ പോലെ തോന്നിയത്, അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ മക്കൾക്ക് പിന്നെ വലിയവന് അതൊക്കെ അങ്ങനത്തൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യം. പിന്നെ പറഞ്ഞ പോലെ അവരുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതയാണ് അതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചെറിയ കുട്ടികൾക്കൊന്നും അത്ര വലിയ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ ഭക്ഷണം വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ബോട്ടിലാക്കി വെക്കട്ടെ. ബോട്ടിലൊക്കെ കാലിയായിട്ട് കിടക്കായിരുന്നു. കടല, ഉഴുന്ന്, ചെറുപയർ, പച്ചപ്പട്ടാണി, ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ പയറുവർഗ്ഗങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് കറി വെക്കാൻ എന്തായാലും 2-3 ആഴ്ചക്കൊക്കെ ഉള്ളത് ഏതായാലും ധാരാളമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ അതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ക്യാമറ ഓണാണ്, അടങ്ങിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ അതുകൂടെ അനുഭവം ഒന്നുകൂടെ കളിയാക്കും. അവർക്ക് പറഞ്ഞവർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഇഷ്ടമല്ല. കാരണം അവർ ഫ്രീഡം ഇവിടെ പോകുന്ന പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ അങ്ങനെ മാറിക്ക് ഇങ്ങോട്ട് മാറിക്ക് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പം വലിയ ബോട്ടിലൊക്കെ ആട്ടപ്പൊടിയും മൈദപ്പൊടി അതുപോലെ കടലമാവ് ഇങ്ങനത്തെ പൊടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ചായക്കടിയൊക്കെ മക്കൾക്ക് ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പൊടികളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബിരിയാണി അരിയൊക്കെ മേടിച്ച് എപ്പോഴെങ്കിലൊക്കെ പുതിയാകുമ്പം ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ കുറച്ച് കടല മേടിച്ചിരുന്നു കേട്ടോ പോരുമ്പോൾ, വറുത്ത കടല. അപ്പം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മക്കളതിൻ്റെ ഇടയിലൂടെ വന്നിട്ട് സഹായിക്കാനുള്ള ഓരോ വെത്തപ്പാടും കയ്യും കാലൊക്കെ ഇതിനുള്ളിൽ കൂടെ ഇടുന്നുണ്ട്. എല്ലാത്തിനും ആട്ടി വിട്ടിരിക്കണം. കാരണം ഒരു പണി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പണി പിന്നെ ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കി ഭദ്രമായിട്ട് വെക്കേണ്ട സ്ഥലത്ത് തന്നെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ മക്കൾ വന്നിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോക്ലേറ്റൊക്കെ തട്ടിക്കൂട്ടി അതിനിടയിലൂടെ അതും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്ന് എഴുതിയിട്ട് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ കമ്പപ്പൊടി ഉണ്ടല്ലോ, ഞാൻ പണ്ടത്തെ നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ഒരു മഞ്ഞ കമ്പത്തിൻ്റെ പൊടി, അതാണ് എഴുതിയിട്ട് മേടിച്ചതാണ്. പക്ഷെ എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് പറ്റിയില്ല. എന്തോ ഒരു അതല്ല അത് സംഭവം, ഇത് വേറെ എന്തോ ആണ്. അപ്പം ആ പൊടി എവിടെയെങ്കിലും കിട്ടുമെന്ന് ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ആ ഒരു അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും നല്ലൊരു മെമ്മറിയാണല്ലേ അതൊക്കെ. ഇപ്പോഴും വായിലുണ്ട് അതിൻ്റെ ആ രുചി. എത്ര വർഷമായി ഇപ്പോഴും മനസ്സിൽ നിന്നും വായിന്നും ഒന്നും അതിൻ്റെ രുചിയൊന്നും പോണില്ല. അപ്പോൾ ആ പൊടിയാണ് എഴുതിയിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇത് ആ പൊടിയല്ലായിരുന്നു, വേറെ ഏതോ പൊടിയാണ്. പിന്നെ ഈ മുള്ളങ്കി എന്ന സാധനം, വഴുതനങ്ങ, ഇതിലിഷ്ടം പോലെ ഉണ്ടാവും കിറ്റിൽ. പക്ഷേ അത് വെറുതെ ഞാൻ ഫ്രിഡ്ജിൽ കിടന്ന് ചീഞ്ഞു പോവും, അത്രേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓർക്കും പച്ചക്കറിക്കാർക്കും വേണ്ട തോന്നുന്നുണ്ട്. അതിന് പകരം അവർ വേറെ പച്ചക്കറി ഇട്ടിരുന്നില്ല, എന്നാൽ പിന്നെ കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബീട്രൂട്ട് അതുപോലെ ഇനി മറ്റു പാത്രത്തിൽ കഴിയണില്ല വെക്കാൻ. അപ്പം അതൊക്കെ 2 കഷ്ണമാക്കി മുറിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊക്കെ എഴുതി. പിന്നെ തോന്നി എന്തിനാ വെറുതെ അതിൽ പറ്റിക്കണ്. പിന്നെ അതൊക്കെ എടുത്തിട്ട് സുർക്കിയിലിട്ട് വെച്ചു കേട്ടോ. ബീട്രൂട്ടൊക്കെ അരിഞ്ഞിക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ പണിയൊക്കെ കഴിക്കുന്നുണ്ട്. ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഏതായാലും ഇങ്ങനെ സാധനം കൊണ്ടുവരുന്ന സമയത്താണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൽ. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.